ഹലോ. ജോലി കഴിഞ്ഞാൽ വന്നാൽ പിന്നെ എൻ്റെ മനസ്സിലെ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നീണ്ട് നിവർന്ന് കിടക്കണം, കുറച്ച് നേരം ഫോണൊക്കെ കണ്ടുകൊണ്ട്. എന്ത് ചെയ്യാം? അങ്ങനെ നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റില്ലല്ലോ. അടുക്കളയിൽ ഒരു ഇമ്മിണി പണി കിടക്കുമല്ലേ, എന്തായാലും അങ്ങനെ കിടക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ നേരെ അടുക്കളയിലേക്ക് വന്നിട്ട് ഇന്നത്തെ അത്താഴത്തിനുള്ള കറിയാണ് റെഡി ആക്കുവാണ് കേട്ടോ. അപ്പോൾ ഞാൻ കോളിഫ്ലവറൊക്കെ അരിഞ്ഞ് ഞാൻ ഓൾറെഡി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്തിട്ട് ഞാൻ വേവിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ വേവിച്ചത് തിന്നാൻ വേണ്ടിയിട്ട് ശിവക്കൂട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ. ശിവയ്ക്ക് ഇങ്ങനെ വേവിച്ച കോളിഫ്ലവർ തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവന് കറീനേക്കാളും ഇഷ്ടം ഇങ്ങനെ കോളിഫ്ലവർ വേവിച്ച് തിന്നണതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ട് നേരെ പാത്രം കഴുകാനായിട്ട് വന്നു കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ അരിയൊക്കെ അടുപ്പത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പാത്രം കഴുകൽ പരിപാടിയാണ് അടുത്തത്. കുറച്ച് പാത്രങ്ങളായിട്ട് ഇന്നുള്ളൂ. രാവിലെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ചേട്ടായി ഞാൻ വന്നതിന് മുമ്പ് പാത്രം കഴുകി വെച്ച് എന്നെ സഹായിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ എന്നെ ഇങ്ങനെ പാത്രം കഴുകാൻ ഹെൽപ്പ് ചെയ്യുന്നത്. വേറെ ഒരു പണിക്ക് ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, പാത്രം കഴുകാൻ എന്നെ ഹെൽപ്പ് ചെയ്യണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം എനിക്ക് ഇഷ്ടമില്ലാത്ത പണി അതായതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ അരിയൊക്കെ വെന്ത് ഞാൻ മുട്ടിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ചോറുണ്ണുവാണ് കേട്ടോ. ഞാൻ ചില ദിവസങ്ങളിലൊന്നും ചോറുണ്ണാറില്ല കേട്ടോ, കുറച്ച് ഡയറ്റൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് കോളിഫ്ലവർ ആയതുകൊണ്ട് ചോറുണ്ണാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ നേരെ ചോറ് എടുത്തുകൊണ്ട് വന്നിട്ട് ടി വിയുടെ മുമ്പിൽ ഇരിക്കും കേട്ടോ. ഞാൻ ഇപ്പോഴേ കേട്ട് ടി വി കാണുള്ളൂ, പിന്നെ ടി വി ഒന്നും കാണില്ല കേട്ടോ. കാരണം നമുക്ക് പണി പെട്ടെന്ന് തീർത്തിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് കട്ടിലേക്ക് കിടന്നാൽ അതിനുള്ള ചിന്ത കേട്ടോ. അപ്പോൾ ഈ കട്ടിലാണെങ്കിൽ നിറച്ച് ഉണങ്ങി തുടങ്ങളാട്ടോ കിടക്കുന്നത്. ചേട്ടായി തുണിയൊക്കെ ഉണങ്ങിയത് കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് മടക്കി വയ്ക്കണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ആവട്ടെ എന്നിരുന്നത് അത് അങ്ങനെ തന്നെ ഇരിക്കും. അതുകൊണ്ട് ഞാൻ അപ്പം തന്നെ മടക്കി വയ്ക്കും കേട്ടോ. എത്ര മടിയാണെങ്കിലും ഒന്ന് മടക്കി വയ്ക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഫുൾ മടക്കി വയ്ക്കും കേട്ടോ. പിന്നെ നാളത്തേക്ക് പോകാനുള്ള ഡ്രസ്സൊക്കെ ഞാൻ തലേന്ന് തന്നെ തേച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ. അതാകുമ്പോൾ പിന്നെ നമുക്ക് രാവിലെ എങ്ങാനും ഒന്ന് താമസിച്ച് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഡ്രസ്സ് തപ്പാൻ നടക്കണം, പിന്നെ അത് തേക്കണം. എന്തിനു വെറുതെ അത്രയും സമയമൊക്കെ കളയണത്? എനിക്ക് രാവിലെ നേരത്തെ എണീറ്റുള്ള ശീലമൊന്നുമില്ല കേട്ടോ. എനിക്ക് കറക്റ്റ് സമയത്തായിട്ട് ഞാൻ എണീക്കുള്ളൂ. അങ്ങനെ വെളുപ്പിന് 4 മണിക്ക് 5 മണിക്ക് എണീക്കണം എനിക്കിഷ്ടമല്ല കേട്ടോ. ഞാൻ ഒരു 6 മണി 6:30 ആ ടൈമിൽ എണീറ്റിട്ട് 7:30 7:45 എൻ്റെ പണിയൊക്കെ ഞാൻ തീർക്കും കേട്ടോ. അപ്പോൾ അത് എന്താ അങ്ങനെ തീർക്കണേന്ന് വെച്ച് തലേന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് വെക്കണമെന്നുണ്ടാണ്. പിന്നെ ശിവക്കുട്ടനെ പഠിപ്പിക്കാനും ഇരിക്കണം കേട്ടോ. അവൻ ട്യൂഷൻ പോകുന്നതുകൊണ്ട് ഹോംവർക്കൊന്നും ചെയ്യിപ്പിച്ച് ഞാൻ ബുദ്ധിമുട്ടുണ്ട്. കുറച്ച് റിവിഷനൊക്കെ നടത്തിയാൽ മതി. നമ്മുടെ പിള്ളേരെ പഠിപ്പിക്കേണ്ട ചുമതല നമുക്ക് തന്നെയല്ലേ. എല്ലാ അമ്മമാരും പറഞ്ഞേക്കാം പിള്ളേർ പഠിക്കുന്നില്ല, നല്ല സ്കൂളിൽ ചേർത്തു. എന്ത് ചെയ്യാൻ, നമ്മളും കൂടെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചാലും നമ്മുടെ മക്കളൊന്ന് വളർന്നു